കൈലാസനാഥ തൃക്കണ്ണീശ്വര കൊട്ടിയൂർ വാഴും ജഗദീശ്വര പൊന്നിൻ ശിവേലിയും തൊഴുതു ഞാൻ അവിടുത്തെ അച്ഛന ദർശിച്ചു മനം നിറഞ്ഞു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് മെയ് 1 തീയതി വെള്ളിയാഴ്ച മുതലാണ്. ഇനി അങ്ങോട്ട് ഓരോ തീയതികളിലും വിവിധ തരം ചടങ്ങുകളും ആചാരവും നടന്നുവരുന്നു. അത്രയധികം പ്രാധാന്യം നിറഞ്ഞതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. പ്രക്കൂഴം ഏറെ പ്രാധാന്യവും സവിശേഷതയും നിറഞ്ഞ മറ്റൊരു ചടങ്ങാണ് പ്രക്കൂഴം. പ്രകൂഴം ചടങ്ങുകൾ തൊട്ടടുത്ത ദിവസമായ മെയ് 2 ശനിയാഴ്ചയാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. വൈശാഖോത്സവത്തിന്റെ നാളുകളും ചടങ്ങുകളും കുറിക്കുന്ന ചടങ്ങാണ് പ്രക്കൂഴം. ഇതും മറ്റൊരു വിശിഷ്ടമായ ചടങ്ങുകളാണ്. അവലെഴുന്നള്ളത്ത്, നെല്ലളവ്, അരിയളവ്, ആയില്യാർകാവിൽ അപ്പട നിവേദ്യം, ഇപ്രകാരം പ്രക്കൂഴം ചടങ്ങുകളും വൈവിധ്യം നിറഞ്ഞതാണ്. കാക്കയങ്ങാട് പാലയിലെ പുല്ലാഞ്ഞോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഇക്കരെ കൊട്ടിയൂരിലേക്ക് അവൽ എഴുന്നള്ളിച്ചെത്തുന്നതോടെയാണ് പ്രകൂഴം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. തണ്ണീർക്കുടി ചടങ്ങാണ് ആദ്യം നടക്കുക. കല്ലുവാഴിയുടെ 7 ഇലകളിൽ തേങ്ങയും ശർക്കരയും പഴവും വെച്ചായിരിക്കും തണ്ണീർക്കുടി ചടങ്ങ് നടത്തുക. ക്ഷേത്ര അടിയന്തര സ്ഥാനികരായ ഒറ്റപ്പിലാൻ പണിക്കർ, പുറങ്കലയൻ, ജന്മാശാരി, പെരുവണ്ണ, കൊല്ലൻ, കണിയൻ, കാടൻ എന്നിവർ ചേർന്നാണ് ഈ ചടങ്ങ് നടത്താറ്. ഇക്കരെ കൊട്ടിയൂരപ്പനെ വണങ്ങി ഇലകളിലെ പ്രസാദം ചുരുട്ടിയെടുത്ത് മന്നഞ്ചേരിയിലെ വലിയ മാവിൻ ചുവട്ടിലെത്തി പ്രത്യേക കർമ്മങ്ങൾ നടത്തി പ്രസാദം പരസ്പരം പങ്കുവെക്കും. ക്ഷേത്ര അടിയന്തര സ്ഥാനികരായ ഒറ്റപ്പിലാൻ പണിക്കർ, പുറങ്കലയൻ, ജന്മാശാരി, പെരുവണ്ണ, കൊല്ലൻ, കണിയൻ, കാടൻ എന്നിവർ ചേർന്നാണ് ഈ ചടങ്ങ് നടത്താറ്. പരസ്പരം കൈമാറുന്ന തണ്ണീർക്കുടി ചടങ്ങ് അവസാനിക്കുന്നു. അതുകഴിഞ്ഞ് ഒറ്റപ്പിലാൻ പണിക്കറും പുറം കലയൻ സ്ഥാനികരും ബാവലി പുഴയിൽ മുങ്ങി 3 കല്ലുകൾ എടുത്തു മാറ്റുന്നു. ഇത് ബാവലിക്കെട്ട് തിരുവൻചിറയിലേക്ക് ബാവലി പുഴയിൽ നിന്നും വെള്ളം തിരിച്ചുവിടാനാണ് ബാവലിക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രക്കൂഴം 23-നാണ് നീരെഴുന്നള്ളത്ത്. നീരെഴുന്നള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മനുഷ്യ സാന്നിധ്യം ആദ്യമായി മനുഷ്യർ കയറുന്ന ഈ വർഷത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് ആദ്യമായി മനുഷ്യർ കയറുന്ന ദിവസമാണ് നീരെഴുന്നള്ളത്ത്. അന്ന് തന്ത്രിമാരും ബാക്കിയുള്ള ആൾക്കാരും പോയി സ്വയംഭൂവിൽ നീര് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. അതെവിടെയാണ് നടക്കുക? അത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലേക്ക് കയറാൻ ഈ നീരെഴുന്നള്ളത്തിന് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. നീരെഴുന്നള്ളത്തോടു കൂടിയാണ് ഉത്സവത്തിന് ചടങ്ങുകൾ ആരംഭിച്ചു. പക്ഷേങ്കിൽ അക്കരെ കൊട്ടിയൂർ സന്നിധിയിലേക്ക് ആദ്യമായി കടക്കുന്നത് സ്ഥാനികരും തന്ത്രിമാരും കടക്കുന്നത് നീരെഴുന്നള്ളത്തോടു കൂടിയാണ്. നീരെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാൽ നീര് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ആദ്യ ചടങ്ങാണ്. ഫസ്റ്റ് ചടങ്ങ്. അതിനു മുമ്പേ അവിടെ ആർക്കും പ്രവേശനമില്ല, അങ്ങ് കടക്കാൻ പാടില്ല. നമ്മൾ ഒരു കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉത്സവം സമാപിച്ച് കലശാട്ടോടുകൂടി ഉത്സവം സമാപിച്ചതിന് ശേഷം ഈ പരിസരത്തേക്ക് പിന്നെ ആർക്കും പ്രവേശനമില്ല. അപ്പോഴാകെ ഈ ഉത്സവ സീസണിൽ മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് ഈ കളഭാഭിഷേകത്തിൻ്റെ നാളാണ്. അതിൻ്റെ പിറ്റേന്നൊരു ചടങ്ങുണ്ട്, വറ്റടി എന്നാണ് അതിന് പറയാം. അതോടുകൂടി അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ മനുഷ്യർക്ക് പ്രവേശനമില്ല. ദേവഭൂമി എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ദേവതകൾ മാത്രമേ ഉള്ളൂ, മനുഷ്യരുടെ സാന്നിധ്യം പാടില്ല എന്നാണ്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ദേവന്മാരാണ് പിന്നെ അവിടെ ഉത്സവം കൊണ്ടാടുന്നത്. ഈ യാഗമില്ല, ഈ യാഗം കൊണ്ടാടുന്നത് ദേവന്മാരാണ്. അവിടെ എന്തെങ്കിലും അതിൻ്റെതായ ക്ഷേത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. ആ ഈ അക്കരക്കുട്ടി ക്ഷേത്രത്തിൻ്റെ പർണശാലകളും എല്ലാം ഈ സ്വയംഭൂ വന്നിട്ട് മണ്ണിട്ട് മൂടുകയ്യ. മണ്ണിട്ട് മൂടി ഇതാക്കി അവിടെയെല്ലാം കാടുകളിലും വളർന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇതിനോട് കൂടി ആ നീരെഴുന്നള്ളത്തോടു കൂടി അതെല്ലാം വൃത്തിയാക്കുക. നീരെഴുന്നള്ളത്തിന് അന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കിട്ടിയാൽ
വ്രതാനുഷ്ഠാനത്തോടെ പരമ്പരാഗതമായി നെല്ല് പുഴുങ്ങി വറുത്ത് ഇടിച്ചാണ് അവലുണ്ടാക്കുന്നത്. ക്ഷേത്ര മണ്ഡപത്തിൽ വെച്ച് അളന്നെടുത്ത അവലുമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. പ്രക്കൂഴം നാളിൽ കത്തിക്കാനുള്ള നറുനെയ് മാലൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തുന്ന ചടങ്ങും നടന്നു. കുത്തോട് മണ്ഡപത്തിൽ ആർ ശ്രീവത്സൻ നമ്പൂതിരി അവൽ അളന്ന് തിട്ടപ്പെടുത്തി. ഇക്കരെ കൊട്ടിയൂരിലെ കുത്തോട് മണ്ഡപത്തിലാണ് അവലളവ് ചടങ്ങുകൾ നടത്തുന്നത്. ഇക്കരെ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിന്റെ മുന്നിലാണ് നെല്ലളവ് ചടങ്ങ് നടത്തുന്നത്. സമുദായി സ്ഥാനികൻ കാലടി കൃഷ്ണമുരളി നമ്പൂതിരി, കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, പാരമ്പര്യ ഊരാളന്മാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കണക്കപ്പിള്ള സ്ഥാനികൻ വി പ്രദീപ് വാര്യർ ഉത്തമ രാശി നോക്കി ഉത്സവ തീയതികൾ കുറിച്ചു. മെയ് 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് കഴിഞ്ഞാൽ മെയ് 28 മുതൽ ജൂൺ 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നാടുകൾ. 28 നെയ്യാട്ടം, 29 ഭണ്ഡാരം എഴുന്നള്ളത്ത്, ജൂൺ 5 തിരുവോണം ആരാധന, 7 ഇളനീർ വെപ്പ് ഇളനീറാട്ടം, 8 ഇളനീരാട്ടം, 10 രേവതി ആരാധന, 14 രോഹിണി ആരാധന, 16 തിരുവാതിര ചതുശതം, 17 പുണർദം ചതുശതം, 19 ആയില്യം ചതുശതം, 20 മകം കലംവരവ്, 23 അത്തം ചതുശതം വാളാട്ടം കലശപൂജ, 24 തൃക്കലശാട്ട്. മെയ് 30 മുതൽ ജൂൺ 20 വരെ ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. ജന്മശാന്തി പടിഞ്ഞീറ്റ രാമചന്ദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാത്രി ആയില്യക്കാവിൽ പ്രത്യേക പൂജ നടത്തി. സതീദേവി ദക്ഷയാഗവേദിയിലേക്ക് എഴുന്നള്ളുമ്പോൾ അകമ്പടി സേവിച്ച ശിവഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ആയില്യാർകാവ് പ്രക്കൂഴം നാൾ ഗൂഢപൂജ നടത്തുന്നത്. പ്രക്കൂഴം ചടങ്ങോടെ പാരമ്പര്യ അവകാശികളും സ്ഥാനികരും വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിച്ചു. പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈഷ്ണവ മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്നതോടെ അക്കരെ കൊട്ടിയൂരിലെ പുണ്യഭൂമി യാഗഭൂമിയായി മാറുമെന്നാണ് വിശ്വാസം. ആ യാഗഭൂമിയിലെ ദൈവീക സ്രോതസ്സും ഭക്തിസാന്ദ്രമായ മുഹൂർത്തവും അനുഭവിച്ചറിയാനും ആ പുണ്യമുഹൂർത്തം ഉൾക്കൊള്ളുന്നതോടെ ദൈവപ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം. ആ ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയധികം ജനങ്ങൾ വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേരുന്നത്. ഇത്രയും പവിത്രമായ ഒരു അന്തരീക്ഷത്തിൽ മോക്ഷവും ശാന്തിയും സമാധാനവും സ്നേഹവും വിശ്വാസവും മറ്റൊരു അന്തരീക്ഷത്തിൽ നിന്നും ലഭിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ക്ഷേത്രമില്ലാ ക്ഷേത്രമായ ഈ യാഗഭൂമിയിൽ നടക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ എത്തിച്ചേരുന്ന ഓരോ വിശ്വാസികൾക്കും ദൈവപ്രീതി നേടുകയും അവരുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നതാണ് വിശ്വാസം. മെയ് 28 മുതൽ 28 ദിനങ്ങളായി നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഒരു പക്ഷേ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ഓടിയെത്തുന്നതും കേരളത്തിൽ ഏറെ പ്രചാരം സിദ്ധിച്ച കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേദിയിൽ എത്താനാണെന്നതാണ് സത്യം. കൈലാസനാഥ തൃക്കണ്ണേശ്വര കൊട്ടിയൂർ വാഴും ജഗദീശ്വര പൊന്നിൻ ശിവേലിയും തൊഴുതു ഞാനവിടുത്തെ അർച്ചന ദർശിച്ചു മനം നിറഞ്ഞു. അക്കരെ കൊട്ടിയൂരപ്പനെ കാണുവാൻ ഇക്കരെ നിന്നും ഞാൻ വരുമ്പോൾ, അക്കരെ കൊട്ടിയൂരപ്പനെ കാണുവാൻ